മണിപ്പൂരിൽ സൈന്യത്തെ തടഞ്ഞ മെയ്തി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ. ആരാംബായ് ടെൻഗോൾ എന്ന സംഘടനയിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കാനെത്തിയ സൈനികരെയാണ് മെയ്തി വനിതകൾ വളഞ്ഞത്. ഇവരെ പിരിച്ചുവിടുന്നതിനായി സൈന്യം ആകാശത്തേക്ക് വെടിവെച്ചു. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേർന്നു. ബാലഗോപാൽ, മണിപ്പൂർ കുറച്ചു കാലങ്ങളായി സംഘർഷഭരിതമാണ്. മാത്രമല്ല, മണിപ്പൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് ഈ സ്ത്രീകളുടെ പ്രതിഷേധവും ഒക്കെ കാണുമ്പോൾ ഇറോം ശർമിള ചാനു എന്ന പൊതുപ്രവർത്തകയെ അറിയാതെ നമ്മൾ സ്മരിച്ചു പോകുന്നുണ്ട്. കാരണം മണിപ്പൂരിലെ എല്ലാ കാലത്തും പ്രത്യേക സൈനിക നിയമത്തിനെതിരെയൊക്കെ പോരാടിയത് സ്ത്രീകൾ തന്നെയായിരുന്നു. ഇപ്പോഴും രൂക്ഷമായി തുടരുന്നുണ്ടോ? മോത്തി, മണിപ്പൂരിലെ ബിഷ്ണുപൂരിലാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ അക്രമകാരികളുടെ സംഘടനയായ ആറാംബായ് ടെൻഗോൾ എന്ന സംഘടന, ആ സംഘടന ഈ ആയുധങ്ങളും മറ്റും ഈ ഉപയോഗിക്കുന്നു, അതായത് ശേഖരിക്കുന്നു എന്ന വിവരം സൈന്യത്തിന് ലഭിച്ചിരുന്നു. തുടർന്ന് അവരിൽ നിന്ന് ഈ ആയുധം പിടിച്ചെടുക്കുന്നതിനായി ഈ സൈന്യം അവിടെ എത്തുകയാണ് ഉണ്ടായത്. തുടർന്നാണ് മെയ്തി വിഭാഗങ്ങളിൽപ്പെട്ട വനിതകൾ ഉൾപ്പെടുന്ന മെയ്ര പൈബി എന്ന സംഘടനയിൽപ്പെട്ട വനിതകൾ ഈ സൈന്യത്തെ തടയുകയും സൈനിക വാഹനങ്ങൾക്ക് മുമ്പിൽ കിടക്കുകയും മറ്റും ചെയ്തത്. അതായത് സൈന്യത്തെ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സൈന്യം ഈ പ്രാദേശികമായി നിർമ്മിച്ച ആയുധങ്ങളും മറ്റും ഈ സംഘടനയിൽ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷം തിരികെ പോകാൻ നേരത്താണ് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം സൈന്യത്തെ തടഞ്ഞതെന്നാണ് ഇപ്പോൾ വിവിധ ഈ ഏജൻസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും തുടർന്ന് ഇവരെ പിരിച്ചുവിടുന്നതിനായി സൈന്യം ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പിടിച്ചെടുത്ത ആയുധങ്ങളും അതുപോലെ തന്നെ ഈ സംഘടനയിൽപ്പെട്ട ചിലരെയും ഈ സൈന്യം അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇംഫാലിന്റെ പരിസര പ്രദേശങ്ങളിലും ഇതുപോലെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. CRPFിലെ 2 ജവാന്മാർക്ക് ഇതിനിടെ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ സംഘർഷ അവസ്ഥയ്ക്ക് ഇളവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശരി ബാലഗോപാൽ.